സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കം ഇടുകയാണ്. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണിത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ നൂറിനാട് അവിക്കാട്ടു കുളങ്കരയിലെ ഹിദായത്തുൽ ഇസ്ലാം LP സ്കൂളിലെ ഒരു 4ാം ക്ലാസ്സുകാരി നേരിടേണ്ടി വന്ന ദുരനുഭവം നമ്മുടെ എല്ലാം മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നാണ്. സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും പീഡനത്തെക്കുറിച്ച് അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വച്ചുറപ്പിക്കില്ല. ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടുകൂടിയാണ് ഇടപെടുന്നത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തും. ഞാൻ കുട്ടിയെ ചെന്ന് സന്ദർശിച്ചിരുന്നു. വിദ്യാഭ്യാസ ഡയറക്ടറും MLA എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് പ്രയാസം, അതെല്ലാം ഞാൻ പറയുന്നില്ല. നമുക്ക് കേട്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം പോകാൻ വേണ്ടി എണീറ്റപ്പോൾ കുട്ടി വിടുന്നില്ല, കയ്യിൽ കയറി നിർബന്ധമായിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. നമ്മൾ പുറം ലോകം അറിയുന്നില്ല. ഇതിനൊരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ അവരുടെ അഡ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. ഏത് വാർഡിലാണോ താമസിക്കുന്നത് ആ വാർഡ് കൗൺസിലർ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ വെറുക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ പോലും കുട്ടികളുടെ ഈ കാര്യത്തിൽ അവർ കർശന നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആ മകള് ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ ഈ ക്രൂരത കാണിക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തേഞ്ഞുമാഞ്ഞങ്ങ് പിന്നെ പോകും. അതങ്ങനെ വിടുന്നതിന് വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു കർമ്മ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ്. സുരക്ഷാ മിത്രമെന്നാണ് കർമ്മ പദ്ധതിയുടെ പേര്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ചെങ്കിലും പുറകോട്ട് മാറുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഇടപെടുന്നു, എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഹെൽപ്പ് ബോക്സ് അതിൻ്റെ കോപ്പിയോടെ പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ്, ഭയമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ മോളെ ചെന്ന് കണ്ട ശേഷം പലരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവളും ഒരു ഭയപ്പാടോടുകൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണം. അവിടെ
ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വച്ചോ പേര് വയ്ക്കാതെയോ അതിൽ ഇടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായിരിക്കും. അത് ഒരാഴ്ച എച്ച് എമ്മോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ അത് തുറന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പരാതികൾ പേര് വെച്ചാണെങ്കിൽ അല്ലെങ്കിലും പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓഫീസറെ മുകളിലോട്ടുള്ള ഓഫീസറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി പോവുക. നമുക്ക് കുറേ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, സ്കൂൾ കൗൺസിലേഴ്സ്. അവരാണല്ലോ കൗൺസിലിംഗ് ചെയ്യുന്ന കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ കൗൺസിലേഴ്സിൻ്റെ യോഗം വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവരോട് വേറെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല, ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വളരെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുത്തുകൊണ്ട് അവർ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വേണ്ടി പോവുക രഹസ്യമായിട്ട്. കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. കാരണം കുട്ടികൾ കൗൺസിലിങ്ങിന് ഈ കാര്യങ്ങൾ കേട്ട് വേറൊന്നും ചിലപ്പോൾ ആ കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലായിരിക്കും. സംസ്ഥാനത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ കർമ്മ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നൂറനാട്ട് രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വന്ന, ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന കുട്ടിയെ മന്ത്രി ചെന്ന് കണ്ട കാര്യം, ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഉടൻ തന്നെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി സുരക്ഷാ മിത്രം എന്നൊരു പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം കൊടുത്തിരിക്കുന്നത്.